നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. അതിർത്തിയിൽ പാകിസ്ഥാന്റെ തുടർ നീക്കങ്ങൾ നിരീക്ഷിച്ച് ഇന്ത്യ. വെടിനിർത്തൽ ലംഘിച്ചാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് സൈന്യം. പേവിഷബാധ ക്രമാതീതമായി ഉയരുന്നുവെന്ന മുന്നറിയിപ്പുമായി ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷൻ. ഫലപ്രദമായ പേവിഷബാധ പ്രതിരോധത്തിന് തെരുവ് നായ്ക്കളുടെ എണ്ണം കുറയ്ക്കുമെന്ന് അസോസിയേഷൻ. കാളത്തോട് CITU പ്രവർത്തകൻ നാച്ചു വധക്കേസിൽ 6 പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരെ ശിക്ഷിച്ചു. ഇരട്ട ജീവപര്യന്തവും 13 ലക്ഷം രൂപ പിഴയും വിധിച്ച് തൃശൂർ 1ാം അഡീഷണൽ സെഷൻസ് കോടതി. ജില്ലയിൽ ആംബുലൻസുകളുടെ മറവിൽ നടക്കുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാൻ പോലീസ്. ആംബുലൻസുകളുടെ പ്രവർത്തനം നിരീക്ഷിക്കാൻ സംവിധാനമൊരുക്കി റൂറൽ പോലീസ്. തൃശൂർ കുന്നംകുളം പാതയിൽ പുഴയ്ക്കലിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷം. തിരക്ക് നിയന്ത്രിക്കാൻ സംവിധാനങ്ങളില്ല. ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കുരുക്കിൽപ്പെടുന്നു. KPCC പ്രസിഡന്റായി സണ്ണി ജോസഫ് MLA ചുമതലയേറ്റു. അടൂർ പ്രകാശ് UDF കൺവീനറായി ചുമതലയേറ്റു. മലപ്പുറം വളാഞ്ചേരിയിലെ നിപ്പ രോഗിയുടെ സമ്പർക്ക പട്ടിക ആരോഗ്യവകുപ്പ് വിപുലീകരിച്ചു. 112 പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. 54 പേർ ഹൈറിസ്ക് കാറ്റഗറിയിലാണ്. അന്താരാഷ്ട്ര നഴ്സ് ദിനത്തോടനുബന്ധിച്ച് ഒരാഴ്ച നീണ്ടുനിന്ന ജില്ലാതല നഴ്സ് വാരാചരണത്തിന് തൃശൂരിൽ സമാപനമായി. സമാപന സമ്മേളനം മേയർ MK വർഗീസ് ഉദ്ഘാടനം ചെയ്തു. തിരുവില്ലാമല പറങ്ങോട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി ആഘോഷം വർണ്ണാഭമായി. താലപ്പൊലിപ്പാറയിൽ താളമേള വർണ്ണവിസ്മയം തീർത്ത് പാമ്പാടി, പടിഞ്ഞാറ്റുമുറി, കിഴക്കുമുറി ദേശങ്ങളുടെ നേതൃത്വത്തിൽ കൂട്ടിയെഴുന്നള്ളിപ്പും കുടമാറ്റവും നടന്നു. 10 ദിവസം നീണ്ടുനിൽക്കുന്ന ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രോത്സവം 4ാം ദിവസത്തേക്ക് കടന്നു. രാവിലെ നടന്ന ശീവേലിക്ക് 2 ഉള്ളാനകളടക്കം 17 ഗജവീരന്മാർ അണിനിരന്നു. പക്ഷിശല്യം ഉണ്ടാക്കിയിരുന്നതും അപകടനിലയിൽ തൃശൂർ കളക്ട്രേറ്റ് പരിസരത്ത് നിന്നിരുന്നതുമായ മരച്ചില്ലകൾ വെട്ടിമാറ്റി. കളക്ട്രേറ്റ് ഗേറ്റിന് മുൻപിൽ സമീപത്തെ മരത്തിന്റെ ചില്ലകൾ ഉണങ്ങി ഏത് സമയം ഒടിഞ്ഞു വീഴാവുന്ന സ്ഥിതിയിലായിരുന്നു. ചിരിയും ചിന്തയും ആസ്വാദകർക്ക് പകർന്ന് കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തിൽ ഓട്ടം തുള്ളൽ. പകൽ ശീവേലിക്ക് ശേഷമാണ് കിഴക്കേ നടപ്പുരയിൽ ഓട്ടം തുള്ളൽ നടക്കുന്നത്. കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും എരുമപ്പെട്ടി പഞ്ചായത്ത് അംഗവുമായിരുന്ന TC ഭാസ്കരന്റെ 6ാം ചരമവാർഷികം എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. CH റസാഖ് അധ്യക്ഷനായി. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കായികാധ്യാപകനായിരുന്ന T മനോജിന്റെ 1ാം ചരമവാർഷികം ആചരിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ അനുസ്മരണം നടത്തി. എരുമപ്പെട്ടി ഗ്രാമീണ വായനശാലയുടെ 89ാം വാർഷികാഘോഷം കേരള കലാമണ്ഡലം നൃത്ത വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രജിത രവി ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് KM അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. വടക്കാഞ്ചേരി മച്ചാട് മാമാങ്കം പനങ്ങാട്ടുകര കല്ലമ്പാറ ദേശം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് നടത്തി. തെക്കുംകര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് E ഉമാലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു. യുവാവിനെ ഹെൽമറ്റ് ഉപയോഗിച്ച് തലക്കടിച്ചു വധിക്കാൻ ശ്രമിച്ച കേസിൽ 5 പ്രതികളെ പാവറട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. അന്നക്കര, മേച്ചേരിപ്പടി, എലവത്തൂർ സ്വദേശികളായ പ്രകാശൻ, ശ്രീരാംനാഥ്, ജഗൻ, ബബിൻ, ഹോമന്ത് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. അപകടങ്ങൾ പതിവായതോടെ ചാലക്കുടി ഭാഗത്തു നിന്നുള്ള KSRTC ബസ്സുകൾക്ക് പുതുക്കാട് സ്റ്റാൻഡിലേക്ക് കടക്കുവാനുള്ള പ്രവേശന കവാടം അടച്ചുകെട്ടി. ദേശീയപാത അതോറിറ്റിയുടെ നിർദ്ദേശപ്രകാരം ടോൾ കമ്പനിയാണ് കവാടം അടച്ചത്. ചാഴൂരിൽ പാടശേഖര കമ്മിറ്റികളുടെ ശീതസമരം മൂലം 100ഓളം കർഷകർക്ക് നെൽകൃഷി വഴിമുട്ടി. അടിസ്ഥാന സൗകര്യങ്ങൾ നിഷേധിക്കുന്ന പാടശേഖര സമിതികൾക്കെതിരെ കൃഷിഭൂമി തരിശിട്ട് പ്രതിഷേധം. പട്ടികജന സമാജം കേരള, കേരളീയ പട്ടിക വിഭാഗ സമാജം എന്നീ സംഘടനകൾ കേരളീയ പട്ടിക ജനസമാജം എന്ന പേരിൽ ഒരുമിച്ച് പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചു. ശ്രീനാരായണപുരത്ത് നടന്ന ലയന സമ്മേളനം റിട്ടയർഡ് ജഡ്ജി P കമാൽ പാഷ ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് JB മേത്തർ MP നയിക്കുന്ന മഹിളാ വാഹന കേരള യാത്ര ഈ മാസം 13 മുതൽ 23 വരെ ജില്ലയിൽ പര്യടനം നടത്തും. ജില്ലയിലെ പര്യടനം നാളെ രാവിലെ ചേലക്കരയിൽ നിന്ന് ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
സമസ്ത കേരള വാര്യർ സമാജത്തിന്റെ പ്രഥമ ഉണ്ണായി വാര്യർ പുരസ്കാരം പത്മശ്രീ കലാമണ്ഡലം ഗോപിക്ക് ഈ മാസം 25-ന് ഇരിങ്ങാലക്കുടയിൽ പുരസ്കാരം സമ്മാനിക്കും. ലളിതമായി ജീവിതയാത്ര ആരംഭിച്ചവർക്ക് ആശംസയുമായി MLA-മാരെത്തി. റെയിൽവേ സ്റ്റേഷൻ മാസ്റ്റർമാരായ സ്വാതി സോമനും അഭിജിത്തും തമ്മിലുള്ള വിവാഹമാണ് കൊടുങ്ങല്ലൂർ രജിസ്ട്രേഷൻ ഓഫീസിൽ നടന്നത്. ചാലിശ്ശേരി കുന്നത്തേരി കോളനി ഇനി മുതൽ പൗർണമി നഗർ എന്ന പേരിൽ അറിയപ്പെടും. കോളനി എന്ന പദം ഒഴിവാക്കണമെന്ന് സർക്കാർ ഉത്തരവിന്റെ ഭാഗമായാണ് പൗർണമി നഗർ എന്ന് നാമകരണം നൽകിയത്. MP K രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പഴനി സെന്റ് മേരീസ് കത്തീഡ്രലിൽ യൂഹാനോൻ മാംതാനയുടെ നാമധേയത്തിൽ സ്ഥാപിതമായ കൽക്കുരിശ് പെരുന്നാൾ ആഘോഷിച്ചു. വികാരി ഫാദർ ജോൺ ഐസക്കിന്റെയും സഹവികാരി ഫാദർ ആന്റണി പൌലോസിന്റെയും കാർമ്മികത്വത്തിൽ കുരിശിങ്കൽ ധൂപപ്രാർത്ഥന നടത്തി. യുവജനതാദൾ എസ് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ജില്ലാ കൺവെൻഷൻ യുവജനതാദൾ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി വിപിൻ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് K രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. അങ്കമാലി പുളിയനം ഹൈസ്കൂളിന് സമീപം ബന്ധുവീട്ടിൽ നിന്നും യുവാവിനെ കാണാതായതായി പരാതി. പുത്തൂർ വെട്ടുകാട് സ്വദേശി കണ്ണമ്പള്ളി വീട്ടിൽ 30 വയസ്സുള്ള അഭയദേവിനെയാണ് കാണാതായത്. ഇന്ത്യൻ സൈനികർക്കും വീരമൃത്യു വരിച്ച ജവാന്മാർക്കും ആദരമർപ്പിച്ച് ജനതാദൾ എസ് തൃശൂർ ജില്ലാ കമ്മിറ്റി പടിഞ്ഞാറേക്കോട്ടയിൽ നിന്ന് അയ്യന്തോൾ അമർ ജവാൻ സ്തൂപത്തിലേക്ക് പ്രകടനം നടത്തി. പാർട്ടി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് CT ജോഫി, സംസ്ഥാന കമ്മിറ്റി അംഗം ജോൺ വാഴപ്പിള്ളി, K രഞ്ജിത്ത്, വിപിൻ ചന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കനകമല സെന്റ് ആന്റണീസ് തീർത്ഥാടന കേന്ദ്രത്തിൽ ഇടവക ദിനവും മതബോധന വാർഷികവും ആഘോഷിച്ചു. ഫാദർ ഡോക്ടർ ഡേവിസ് ചെങ്ങിനിയാടൻ ഉദ്ഘാടനം ചെയ്തു. മാനസ കൾച്ചറൽ ട്രസ്റ്റിന്റെ കീഴിലുള്ള കലാസാഹിത്യ സാംസ്കാരിക വേദിയുടെ ദേശീയ നൃത്ത സംഗീത മഹോത്സവത്തിന് സമാപനമായി. സമാപന സമ്മേളനം പാലക്കാട് MP VK ശ്രീകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. നാടിപ്പാറ പിറവി കലാസാംസ്കാരിക വേദി വായനശാലയിലെ ബാലവേദിയുടെ നേതൃത്വത്തിൽ മുനിയാട്ടുകുന്നിലേക്ക് പരിസ്ഥിതി പഠനയാത്ര സംഘടിപ്പിച്ചു. ലൈബ്രറി കൌൺസിൽ ചാലക്കുടി താലൂക്ക് എക്സിക്യൂട്ടീവ് അംഗം NS വിദ്യാധരൻ, വായനശാല സെക്രട്ടറി VS സുബീഷ് എന്നിവർ നേതൃത്വം നൽകി. ഷാമുഹിയുദ്ദീൻ പള്ളി ദാറുൽ ഖുർആൻ മദ്രസ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാക്കശ്ശേരിയിൽ ലഹരിവിരുദ്ധ സെമിനാറും ലഹരിവിരുദ്ധ പ്രതിജ്ഞയും സംഘടിപ്പിച്ചു. MLA മുരളി പെരുന്നെല്ലി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ പാക് സംഘർഷത്തിൽ പാക് സൈനികർ ഭീകരർക്കൊപ്പം അണിനിരന്നതായി ഇന്ത്യൻ സേന. പാകിസ്ഥാനിലെ വിവിധ സ്ഥലങ്ങളിൽ നടത്തിയ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ സൈന്യം പുറത്തുവിട്ടു. മുള്ളൂർക്കര കണ്ണമ്പാറ കടമക്കുളങ്ങര ഭദ്രകാളിക്കാവ് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനം ആഘോഷിച്ചു. ക്ഷേത്രം തന്ത്രി ബാലകൃഷ്ണ പൈ കാർമ്മികത്വം വഹിച്ചു. കർഷക കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഒരുമനയൂർ കൃഷിഭവന് മുൻപിൽ സംഘടിപ്പിച്ച ധർണ കർഷക കോൺഗ്രസ് ഒരുമനയൂർ മണ്ഡലം പ്രസിഡന്റ് KJ ചാക്കോ ഉദ്ഘാടനം ചെയ്തു. EV ജോയ് അധ്യക്ഷത വഹിച്ചു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.